പൊന്നപ്പ ഏതെങ്കിലും ചായക്കട കാണുമ്പോ നിർത്തണേ, ഒരു ഡബിൾ സ്ട്രോങ് ചായ കുടിക്കണം. അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിക്കണേ, ജയേട്ടനല്ലേ. ജയേട്ടന് ഇഷ്ടമുള്ളവർക്ക് വണ്ടി നിർത്തിക്കോ. ഓക്കേ. എവിടാ പൊന്നപ്പ ചായക്കട? ചായക്കട ഞാനൊന്നും മുള്ളാൻ നിർത്തിയല്ലേ, എന്റെ ഇഷ്ടമില്ല. എന്റെ ഈശ്വര, ഈ പണ്ടാണ് എപ്പോ ഇതിനകത്ത് കയറി? ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല? ഇല്ല. ഹലോ, എന്റെ പൊന്ന് സാറേ, എന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് എന്നെ കൂടെ രക്ഷപ്പെടുത്ത്. ആണല്ലേ? അതെ. കേസ് കൊടുത്ത് രക്ഷപ്പെടുത്തണം. അതെ. ആ, ഇപ്പൊ മുള്ളാൻ വേണ്ടിട്ടില്ലേ വണ്ടി നിർത്തിയത്? അതെ. അപ്പൊ ആദ്യം മുള്ളിൽ ഇറങ്ങട്ടെ. ഇവിടെ മുള്ളല്ലേ? ഓ, ഇരുന്ന്. അതെ, നല്ല സ്ഥലം. അതെ, മുള്ളാൻ പറ്റിയ സ്ഥലം. ഞാൻ കേറി വണ്ടി മുള്ളടാ, മുള്ളിച്ചാവ്. അതെ. അയ്യോ എന്നെ കൂടെ കൊണ്ടുപോ. ഹലോ, നമ്മളിത് എങ്ങോട്ടേക്ക് പോകുന്നത്? ആ, കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കൊള്ളണ്ടേ ഹരിനാരായണ? കുറെ കാലം സെല്ലിനകത്ത് കിടന്നതല്ലേ. കോടതിയും കേസും ഒക്കെ പിന്നെ ആവാം. ആദ്യം ഒരടിച്ച് പൊളി. പൊന്നപ്പ കത്തിച്ച് വിടറാ. എടോ, ഇതെന്റെ ജീവൻ വെച്ചോണ്ടുള്ള കളിയാ. ഒരു ഭ്രാന്തനെ പൂട്ടിയിടാൻ പോലും പറ്റാത്ത തന്നെ ഏത് മോശ കൊച്ചിടനാണോ ഡോക്ടറാക്കി വെച്ചിരിക്കുന്നേ? മനുഷ്യൻ എങ്ങനെയാ വെള്ളം പഠിക്കാതിരിക്കുന്നേ? എടോ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ അവനിപ്പോ നോർമലാണ്, കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ. ഇത് തന്നെ 5 കൊല്ലം ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ? തന്റെ വാക്കും കേട്ട് ഞാൻ അവനെ കൊണ്ട് പോയതുമല്ലേ? എന്നിട്ട് കണ്ടോ? എന്ത്? ഇതല്ലടോ കൊഞ്ഞാടാ. ദേ കണ്ടോ? ദേ, ഞാൻ കവർന്ന് കിടന്നുറങ്ങുമ്പോ നട്ടപ്പാതിരാക്കി അവരെന്നെ വടിവാദം കൊണ്ട് പറ്റിയതാ. ആ കിടപ്പ് 6 മാസം ആശുപത്രിയില് അതുപോലെ കവർന്ന് കിടക്കേണ്ടി വന്നു. ഇനി വേറൊരു സ്ഥലത്ത് ഒരു പറ്റിയിട്ടുണ്ട്, അത് കാണിക്കാൻ കൊള്ളുകയില്ലാത്ത സ്ഥലത്താ. അതുകൂടെ കാണിക്കട്ടെ? വേണ്ട, അത് ഞാൻ കുറെ പ്രാവശ്യം കണ്ടതാ. ഇനി കാണാലോ, എത്ര കണ്ടാലും ബോറടിക്കില്ല. അത്ര ബെസ്റ്റ് സ്ഥലത്തല്ലേ വെട്ടിയിരിക്കുന്നത്. എടോ, ഒന്ന് അടങ്ങടോ രവീന്ദ്ര. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരാൻ ആളെ വിട്ടിട്ടുണ്ട്. തന്റെ ആളുകളല്ലേ വിട്ടിരിക്കുന്നത്? അതെ. എങ്കിലും ഉറപ്പാ, ഒരിക്കലും കണ്ടുപിടിക്കില്ല. അവൻ ഇനി 10 മടങ്ങ് കരുത്തോടെയാവും കോടതിയിലെത്തുക. കോടതിയിൽ നേരിടേണ്ടി വരുന്നത് സ്വന്തം അച്ഛനെയാണെങ്കിൽ പോലും ശത്രുവാണ് അയാൾ. കോടതിയിൽ വെച്ചാണെങ്കിലും ജയേട്ടൻ ഒരു എതിരാളിയായിട്ടോ ശത്രുവായിട്ടോ എനിക്ക് കാണാൻ കഴിയില്ല. ജയേട്ടൻ ഒരു കാര്യം തറപ്പിച്ചു പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുത്തു പോവും. അതുകൊണ്ട് ഞാൻ ഈ കേസിന് പിന്മാറുക. എന്ത് വിഡിത്താ നീ പറയണേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ നിന്നെ പറഞ്ഞു മയക്കി ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചിട്ട് ജയിച്ചെന്ന് കരുതി അവൻ കോടതിയിലെത്തുമ്പോ അവനെ നേരിടാൻ ഈ ഞാനുണ്ടാവും അവിടെ. എന്റെ മകൾ ഒരു നെറുകേട് കാണിച്ചാൽ അതിന്റെ കീഴെനിക്കാ. അതിന് പരിഹാരം കാണേണ്ടതും ഈ ഞാൻ തന്നെ. സ്നേഹാ നഴ്സിംഗ് ഹോം ഉടമ ഡോക്ടർ നമ്പ്യാർ. കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഒരാളെ മാനസിക രോഗി എന്ന് മുദ്രകുത്തി സെല്ലിൽ അടച്ചിട്ടിരിക്കുന്ന ഡോക്ടർ നമ്പ്യാർ അല്ലേ? മാനസിക രോഗി എന്ന് മുദ്രകുത്തി എന്നുള്ളത് തെറ്റാണ്. ഡോക്ടർ നമ്പ്യാരല്ലേ എന്നാണ് ചോദ്യം. അതെ. നിങ്ങൾ അന്യായമായി പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ കക്ഷിക്ക് സത്യത്തിൽ ഭ്രാന്തുണ്ടോ? അന്യായമായി എന്ന് പറയുമ്പോ ഭ്രാന്തുണ്ടോ ഭ്രാന്തില്ലയോ അതാണ് ചോദ്യം. ഉണ്ട്, ഭ്രാന്തുണ്ട്. ഈ 12 വർഷവും അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അതെ. ഈ അടുത്ത കാലത്തെങ്ങാനും ഇയാൾ അക്രമാസക്തനാവുകയോ ശാന്തനല്ലാത്ത രീതിയിൽ പെരുമാറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ അടുത്ത കാലത്ത് അയാൾ അക്രമാസക്തനായിട്ടില്ല. പക്ഷെ കുറെ നാളുകൾക്ക് മുമ്പുള്ളത് പോട്ടെ, ഈ അടുത്ത കാലത്തെങ്ങാനും ഇല്ല. വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും മരുന്നുകളോ ഷോക്ക് ട്രീറ്റ്മെന്റോ ഇയാൾക്ക് കൊടുക്കാറുണ്ടോ? അതൊക്കെ ആവശ്യം വരുമ്പോ മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ അടുത്ത കാലത്തെങ്ങാനും ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല. That's all, Your Honor. മുല്ലശ്ശേരിൽ അഹമ്മദ് ഹാജി മകൾ ഡോക്ടർ റസിയ. മിസ്റ്റർ ഹരിനാരായണനെ നിങ്ങൾക്കറിയാം? അറിയാം. എങ്ങനെ അറിയാം? കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആശുപത്രി രജിസ്റ്ററിൽ അയാളുടെ പേര് ചേർത്തിരുന്നോ? ഉണ്ട്. അയാളിൽ ഭ്രാന്തിന്റെ എന്തെങ്കിലും ഒരു അംശം കണ്ടിരുന്നോ? ഇല്ല, അയാൾ തികച്ചും നോർമലാണ്. ഡോക്ടർ റസിയ, ഹരിനാരായണൻ നോർമലാണ്, ഭ്രാന്തില്ല എന്ന് രേഖപ്പെടുത്തിയ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാമോ? പ്രസന്റ് ചെയ്യാം. ഇത്രയും കാലം ഒരാളെയും ഭ്രാന്തനായിട്ട് പൂട്ടിയിടേണ്ട കാര്യമില്ല. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. പണ്ടെങ്ങോ ഭ്രാന്ത് വന്നതിന്റെ പേരിൽ. ഹരിനാരായണന്റെ രോഗം ഭേദമായിട്ടും അയാളെ സ്വീകരിക്കാൻ അയാളുടെ ജ്യേഷ്ഠൻ ഇന്നും തയ്യാറാവാത്തതാണ് യഥാർത്ഥ കാരണം. താനൊന്ന് ചുമ്മാ ഇടും.
ഹരിനാരായണന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ അടച്ചിട്ടിരിക്കുകയാണ്. ദയവായി എന്റെ കക്ഷിക്ക് പൗരസ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുക. കൊച്ചുപറമ്പിൽ നാരായണൻ മകൻ രവീന്ദ്രൻ. കൊച്ചുപറമ്പിൽ നാരായണൻ മകൻ രവീന്ദ്രൻ തന്നെയാ വിളിക്കുന്നേ. നിങ്ങളാണോ ഹരിനാരായണന്റെ സഹോദരൻ രവീന്ദ്രൻ? ആണ്. ആ, സ്വന്തം സഹോദരനെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രം ഒരു ഭ്രാന്താശുപത്രിയിൽ അടച്ചിട്ട് നിങ്ങൾ രക്തം ഊറ്റി കുടിക്കുന്ന ഡ്രാക്കുളയേക്കാൾ നീചനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വരില്ലേ? അയ്യോ, സമ്മതിക്കേണ്ടി വരുമോ ഇല്ലയോ? വരുമോ ഇല്ലയോ? വരും. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ പകുതി ഹരിനാരായണൻ അവകാശപ്പെട്ടതല്ലേ? അതെ. ഹരിനാരായണൻ ഭ്രാന്താശുപത്രിയിലായതുകൊണ്ട് ആ സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിക്കുന്നത് ഇപ്പൊ നിങ്ങളല്ലേ? അതെ. അത് ശരി. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. ഹരിനാരായണ ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർത്ത് അയാളുടെ സ്വത്തുക്കൾ കൈവശം വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ രവീന്ദ്രൻ. എന്റെ കക്ഷി മിസ്റ്റർ ഹരിനാരായണന് യാതൊരുവിധ മനോരോഗവും ഇല്ല. അത് ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. കൊച്ചുപറമ്പിൽ നാരായണൻ മകൻ ഹരിനാരായണൻ. ഞാൻ എന്തിനെ കുറിച്ച് ചോദിച്ചാലും മിസ്റ്റർ ഹരിനാരായണൻ കൃത്യമായിട്ട് ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. കാരണം ഇദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ മിസ്റ്റർ ഹരിനാരായണൻ പറയുന്ന കൃത്യമായ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് എതിർഭാഗത്തിന് അവകാശപ്പെടാം. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തനായ അഡ്വക്കേറ്റ് KR മേനോന് ഇദ്ദേഹത്തോട് ചോദിക്കാം സൂര്യന് താഴെയുള്ള എന്തിനെ കുറിച്ചും. അത് അനുവദിക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാവണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പെർമിഷൻ ഗ്രാന്റഡ്. വക്കീൽ തൊഴിലിൽ ഒരു വലിയ നാഴികക്കല്ല് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജയകൃഷ്ണൻ എന്ന വക്കീലിനെ നിങ്ങൾക്കറിയാം? അറിയാം. എന്നാൽ വക്കീൽ കുപ്പായം അഴിച്ചുവെച്ച് പാവപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാനായ ഒരു വക്കീലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയാം. ബാബ ആംതെ. മഹാത്മജി അദ്ദേഹത്തെ അഭയ സാധക് എന്നാണ് വിളിച്ചിരുന്നത്. കേരളത്തിൽ കൊച്ചി എന്നൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? നെടുമ്പാശ്ശേരിയിൽ. ശരി. ഈ ബാങ്ക് ഓഫ് കൊച്ചി എവിടെയാണ് ഹരിനാരായണ? ജപ്പാനില്. അതിൽ ഇത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. ബാങ്ക് ഓഫ് കൊച്ചിൻ ജപ്പാനില്ല? അതെ. 800 കോടി ഡോളറിന്റെ ആസ്തിയുള്ള ബാങ്ക് ഓഫ് കൊച്ചി ജപ്പാനിലാണ്. Am I right? യെസ്, യു ആർ റൈറ്റ്. ഏത് തെണ്ടിയാണോ അത് അവിടെ കൊണ്ട് പടുന്നത്? The court is adjourned. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. എന്റെ പൊന്ന് സാറേ, സാർ ഇത് കണ്ടോ? താൻ ഇത് കാണിച്ച അന്നും എന്നെ വിശ്വസിപ്പിച്ചത് ഒന്ന് മൂടിയിരുന്നു. അയ്യോ, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നേരാ. അവൻ ഭ്രാന്തനാ. പക്ഷെ ഒടുക്കത്തെ ബുദ്ധിയാ. ബുദ്ധി ശിരസി കയറി ഭ്രാന്തായെന്നാ തോന്നുന്നത്. സാറ് കൂടി എന്നെ കൈവെടിയരുത്. സാർ ഈ കേസ് ജയിക്കണം. ഞാൻ ഈ കേസിൽ ജയിക്കും. തനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. തോറ്റവന്റെ ദുഃഖഭാരത്തോടെ മേനോനി കോടതിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല ഇതുവരെ. ഏറ്റെടുത്തു പോയി. അതുകൊണ്ട് ഈ വിഴുപ്പ് കെട്ടി ചുമക്കുക ഞാൻ. ഓ, വിഴുപ്പ് കെട്ടി ചുമന്നാലെന്താ? വെറുതെ അല്ലല്ലോ, ചക്കച്ചുള പോലെ കാശ് എണ്ണി തന്നിട്ടല്ലേ?